ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങളിൽ പലരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത 5 അപൂർവ ഇനം ചെടികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് വേറെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഈ 5 ചെടികൾക്കും 5ഉം നമുക്ക് വളരെ എളുപ്പത്തിൽ ലോ കെയറായിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ വെച്ച് ലാഗടിപ്പിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ദേ ഈ ചെടിയാണ്. വാട്ടർമെലൺ പെപ്പറോമി എന്നാണ് പേര്. എന്തുകൊണ്ടാണ് വന്നത് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. വാട്ടർമെലൺ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നല്ല ഡിമാൻഡുള്ളൊരു ചെടിയാണിത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ 5 ചെടികളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷോപ്പിംഗ് സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ വാട്സപ്പ് നമ്പറും കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ 500ഓളം വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ പ്ലാന്റ്സും അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടുന്നതാണ്. ഓക്കെ. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ചെറിയൊരു പോട്ടിൽ വേണമെങ്കിലും വളർത്താം. വലിയ സൺലൈറ്റോ കെയറോ കാര്യങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല. വളരെ തിക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. കണ്ടോ, വാട്ടർമെലൺ പോലെയുള്ള അതിൻ്റെ ഇലകൾ. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരുപാട് റേറ്റൊന്നുമുള്ള പ്ലാന്റ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റിലേക്ക് പോവാം. നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ, കിഡ്നി പ്ലാന്റ്. ഇത് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് കിഡ്നി പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഡിസ്ഷീഡിയ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണിത്. മറ്റേ പ്ലാന്റ് കാണിച്ച പോലെ തന്നെ ഇതും വളർത്താൻ വളരെ എളുപ്പമാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒരു ഹാങ്ങിങ് പോട്ടിലാണ് ഇത് അടിപൊളിയായിട്ട് വളരുന്നത്. ഹാങ്ങിങ് പോട്ട് അല്ലെങ്കിൽ അല്ലാത്ത പോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്കിൽ ഹാങ്ങിങ് പോട്ടായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ. പിന്നെ ഇതിന് സോയിൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ല, മണ്ണിൻ്റെ ആവശ്യമില്ല. കൊക്കോ പീറ്റിൽ എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാം. ഇതിന് അത്യാവശ്യം ചെറിയൊരു മോയ്സ്ചർ വേണമെങ്കിലും ഓവറായിട്ട് വെള്ളം വേണ്ട കേട്ടോ. ചെറിയ പിങ്ക് കളറിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള എന്താ പറയുക, ലീഫുകളാണ് ഇതിൻ്റെ ലീഫാണ് ഇത്. ഇതുപോലുള്ള ലീഫുകളാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. കിഡ്നിയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ ഇതുപോലുള്ള ചില ലീഫുകൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബലൂൺ വീർത്ത പോലെ തന്നെ ഉണ്ടാവും. കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ ഫുള്ള് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം വളരെ എളുപ്പത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെടിയിലേക്ക് പോവാം. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റാണ്. ബലൂൺ ഫ്ലവർ പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. ബലൂൺ ഫ്ലവർ എന്നറിയപ്പെടുന്ന ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. അതിലൊന്നാണിത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഫ്ലവർ ഇല്ല. അതിന് ഞാൻ സൈഡിൽ അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുക്കാം. ബലൂൺ പോലെ തന്നെ ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഒരു ബലൂൺ പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടി അതൊരു പൂവായിട്ട് മാറും. കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ ഉള്ളതുണ്ട്, വയലറ്റ് കളറിലെയും ഫ്ലവർ ഉള്ളതുണ്ട്. ഇത് ലോ കെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഔട്ട്ഡോറായിട്ട് വളർത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇൻഡോറായിട്ടും വളർത്താം കേട്ടോ. വലിയ കെയറോ കാര്യങ്ങളോ സൺലൈറ്റോ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ഇത് നമ്മുടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. പൂ ഉണ്ടായിരുന്നു. പൂപ്പതേ കണ്ടോ, പൂപ്പ പോയിരിക്കുകയാണ്. അത് വാടിപ്പോയിരിക്കുകയാണ്. വേഗം പൂവുണ്ടാവും, നിറച്ച് പൂവുണ്ടാവുന്നൊരു ചെടിയാണ്. ഇതിനും വലിയ റേറ്റൊന്നുമില്ല, അഫോർഡബിൾ റേറ്റ് ആണ്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കാണുമ്പോൾ ഒന്നും ഇല്ലല്ലേ. ബാഡ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്, വവ്വാൽ ചെടി. ഇതിനെന്നും ഫ്ലവർ ഉണ്ടാവും. ഇപ്പോൾ ഇത് അത്ര മെച്ചുവേർഡ് ആയിട്ടില്ല ഫ്ലവർ ആയി തുടങ്ങിയാൽ പിന്നെ എന്നും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൽ ഫ്ലവർ ഉണ്ടായി തുടങ്ങിയതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മിക്കപ്പോഴും. അപ്പോൾ ഫ്ലവർ ഉണ്ടായതൊക്കെ സെയിലായി പോയി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളൂ. ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ പിക്ക്. കറക്റ്റ് വവ്വാല പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത്. ബ്ലാക്ക് കളറിലെ ഫ്ലവറാണ്. ഇതിനും വലിയ റേറ്റൊന്നുമില്ല, അഫോർഡബിളായിട്ടുള്ള റേറ്റാണ്. എന്നാൽ നല്ല റെയറായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
2-3 വർഷം എടുക്കും ഇതിൽ നിന്നൊരു തൈ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും റെയറായിട്ട് കാണപ്പെടുന്നത്. നേരത്തെ കാണിച്ചിരിക്കുന്ന ബലൂൺ ഫ്ലവർ ആണെങ്കിലും തൈ അത്യാവശ്യം കിട്ടും. പിന്നെ കാണിച്ച കിഡ്നി പ്ലാന്റിലും തൈ കിട്ടുന്നതാണ്. വാട്ടർ മെലണും തൈ കിട്ടുന്നതാണ്. പക്ഷേ ഇത് തൈ കിട്ടണമെങ്കിൽ കുറച്ച് താമസം പിടിക്കും. അതുകൊണ്ട് തന്നെ കിട്ടാൻ വളരെ പ്രയാസമുള്ളൊരു പ്ലാന്റാണ്. ലോ സെൻസിറ്റീവാണ്. അധികം സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ അധികം കെയറിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഒരു ലീഫി പ്ലാന്റ് ആയിട്ടാണെങ്കിൽ കൂടി കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ എന്നും ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്ലാന്റിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലാന്റ് ആണ്. ഇത് നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ചെടിയോട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും അറിയാവുന്നൊരു പ്ലാന്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ പ്ലാന്റ് എന്ന്. പിച്ചർ പ്ലാന്റ് ആണ്. വേൾഡ് ഫേമസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ് പിച്ചർ പ്ലാന്റ് എന്നുള്ളത്. പിച്ചർ പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ചിലതൊന്നും നമുക്ക് വളർത്താൻ പറ്റത്തില്ല. അതിൽ നമ്മുടെ വീടുകളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യകരമായിട്ടുള്ള പിച്ചർ പ്ലാന്റ് ആണിത്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ തൈ വേഗം ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് കേട്ടോ. എനിക്കിപ്പോൾ കാണാം ഇതിനകത്ത് വേണ്ടേ ഒരുപാട് തൈ പുതിയതായിട്ട് ഫോമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇതിൽ നിന്ന് 3-4 തൈയോളം ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. വേഗം തൈ ഫോമായി കിട്ടും. തൈക്ക് പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിനകത്തുള്ള ഇപ്പോൾ ഉള്ള പിക്ചേഴ്സ് എല്ലാം ഇതുപോലെ കരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അത്രയുള്ള ഇത് കഴിഞ്ഞു, അതിൻ്റെ ടൈം കഴിഞ്ഞു. ഇനി പുതിയ പിക്ചേഴ്സ് ഫോം ആവണം. പുതിയ പിക്ചേഴ്സ് ഫോം ആവുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ പുതിയ പിക്ചേഴ്സ് ഫോം ആവുന്നതാണ്. കണ്ടോ, കാണുന്നില്ലേ? ഇങ്ങനെയാണ് പുതിയ പിക്ചേഴ്സ് ഫോമായിട്ട് വരുന്നത്. ചെടികൾ ഇഷ്ടപ്പെടുന്ന ആരും വീട്ടിൽ വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ കിട്ടാനും ഇച്ചിരി റെയറായിട്ടുള്ളൊരു ചെടിയാണ്. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട്ടിൽ പിടിക്കില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ നല്ലോണം വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഇത് നല്ലോണം തൈയൊക്കെ തരുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിൻ്റെ സോയിൽ മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ വളർച്ചയ്ക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു അറ്റത്താണ് പുതിയ പിക്ചേഴ്സ് ഫോമായിട്ട് വരുന്നത്. ചെറുപ്പം തൊട്ടേ കേട്ടുകേൾവിയുള്ള കാര്യം ഇത് ഈച്ചകളെ പിടിച്ച് തിന്നും എന്നുള്ളതായിരിക്കും അല്ലേ? ഇത് ശരിയാണ്. ഇതിൻ്റെ അകത്തൊരു ലിക്വിഡുണ്ട്. അതിലൂടെയാണ് ഈച്ചകളെ ട്രാപ്പ് ചെയ്യുന്നത്. ഈച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റുകൾ, പുഴുക്കളെയും ഒക്കെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നത്. വീനസ് ഫ്ലൈ ട്രാപ്പും അതുപോലെയാണ്. വീനസ് ഫ്ലൈ ട്രാപ്പ് ഇപ്പോൾ നമുക്ക് സെയിലായിട്ടില്ല. പിച്ചർ പ്ലാന്റ് ഇപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഷോപ്പിംഗ് സൈറ്റിൻ്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഷോപ്പ് ചെയ്യാം. അത്യാവശ്യം എല്ലാ റെയർ പ്ലാന്റ്സും നമ്മൾ ഷോപ്പിംഗ് സൈറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.